ആത്മമിത്രം ആത്മമിത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീഡിയയിലൂടെ പ്രഭാതവേളയിൽ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 5:13. മത്തായി 5:13. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്താം. പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണ സംഭാഷണത്തിൻ്റെ ഒരു ഭാഗമാണ് നാം വായിച്ച് കേട്ടത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ അനേക ഉപമകളിലൂടെ തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുമെന്നായിട്ട് നമുക്ക് സുവിശേഷങ്ങളിൽ കാണാവുന്നതാണ്. വളരെ ലളിതമായ രീതിയിലുള്ള പ്രസംഗങ്ങളാണ് യേശുക്രിസ്തു നയിച്ചിരുന്നത്. ഇവിടെ നാം വായിച്ചത് മത്തായി 5:13. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും. ഉപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുവാണ് ഉപ്പ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നൊരു പദാർത്ഥമാണ് ഉപ്പ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്താം. പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. അപ്പോൾ ഉപ്പ് എന്ന് പറയുന്ന പദാർത്ഥത്തിന് വളരെ വാല്യൂ ഉള്ളതാണ്. അതിൻ്റെ അളവ് കൂടിയാലും അളവ് കുറഞ്ഞാലും വളരെ ആപത്താണ്. നമുക്കറിയാം, നാം ആഹാരം പാകം ചെയ്യുമ്പോൾ ആഹാരം കേടാകാതെ സൂക്ഷിക്കുവാനൊക്കെ നാം ഉപ്പ് ഉപയോഗിക്കാറുണ്ട്. നാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്നൊരു പദാർത്ഥമാണ് ഉപ്പ്. ഉപ്പിൻ്റെ അംശം കൂടിയാൽ അത് വളരെ ആപത്താണ്. ഇവിടെ പറഞ്ഞ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തുകൊണ്ട് രസം വരുത്താം. നമുക്ക് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4:6 വാക്യം. ഓരോരുത്തരോടും നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയത് ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കണം. പ്രിയപ്പെട്ടവരെ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാക്ക് ഉപ്പിനാൽ രുചി വരുത്തുന്നതും അതുപോലെ കൃപയോട് കൂടിയതും ആയിരിക്കണം. അപ്പോൾ നമ്മളുടെ വാക്കും അത് നാം സംസാരിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് രുചിയില്ലാത്തതും ആയിരിക്കാൻ പാടില്ല. നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് രുചികേട് വരുത്താം. അപ്പോൾ നമ്മുടെ വാക്കുകൾ എങ്ങനെ ആയിരിക്കണം എന്നാണ് കൊലോസ്യർ പറഞ്ഞിരിക്കുന്നത്? കൃപയോടുകൂടി ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായിരിക്കണം. നമുക്ക് 2 ഉദാഹരണങ്ങൾ കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഹന്ന പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് കടന്നു ചെന്നു. നമുക്കറിയാം, ഹന്നയെ സംബന്ധിച്ചോളം വളരെ മനോവ്യസനമുള്ളൊരു സ്ത്രീയായിരുന്നു. തൻ്റെ ആ ഒരു വിഷയത്തിൻ്റെ ഭാരത്തിൻ്റെ കാഠിന്യം മുഖാന്തരം അവൾ വളരെ വളരെ വേദനയുള്ളവളായിരുന്നു. 1 ശമൂവേൽ 1 നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവൾ വളരെ മനോവ്യസനത്തോടെ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവളുടെ ആ ഹൃദയത്തിൻ്റെ വേദന കൊണ്ട് അവൾ പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ ശബ്ദം വെളിയിൽ വന്നില്ല. അവളുടെ അധരം മാത്രമേ അനങ്ങിയുള്ളൂ. കാരണം അവൾ അത്ര വേദനയോടുകൂടിയാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. ആ സമയത്ത് അവിടുത്തെ പുരോഹിതനായ ഏലി അവളെ സംശയിച്ചു. അതിൻ്റെ 1 ശമൂവേൽ 1:14 നമുക്ക് വായിക്കാം. അതിന് ഏലി അവളോട്, നീ ഇത്രത്തോളം ലഹരി പിടിച്ചിരിക്കും, നിൻ്റെ വീഞ്ഞിറങ്ങട്ടെ എന്നു പറഞ്ഞു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനേ. അവിടെ പറഞ്ഞ അവളെ തെറ്റിദ്ധരിച്ച് അവളോട് പറഞ്ഞു, നിൻ്റെ ലഹരി ഇറങ്ങട്ടെ. പക്ഷെ അവളുടെ മറുപടി എങ്ങനെയായിരുന്നു? അങ്ങനെയല്ല യജമാനനേ. അപ്പോൾ അവളുടെ വാക്ക് എങ്ങനെയായിരുന്നു? വളരെ കൃപയോട് കൂടിയുള്ളതായിരുന്നു. അവൾക്ക് നമുക്കറിയാം, ഹൃദയത്തിലൊരു ഭാരം ഉള്ളപ്പോൾ നമുക്ക് പല സാഹചര്യത്തിലൂടെ നമ്മുടെ വാക്കുകളൊക്കെ പോകാം. പക്ഷെ അവൾ വളരെ കൃപയോടുകൂടി അവളുടെ വാക്കുപയോഗിച്ച് യജമാനനേ. പക്ഷെ ഇത്ര കൃപയോടുകൂടി സംസാരിപ്പാനായിട്ട് ഹന്നയ്ക്ക് കഴിഞ്ഞ്. അതാണ് നാം വായിച്ചത്, നമ്മുടെ വാക്ക് കൃപയാൽ
കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തും. അപ്പോൾ അവളിപ്പോൾ ദേഷ്യപ്പെടുമായിരുന്നെങ്കിൽ അവൾ വാക്കുകളൊക്കെ ഉപ്പില്ലാത്ത അല്ലെങ്കിൽ കാരമില്ലാത്ത ഉപ്പ് പോലെ ആയിരുന്നേനെ. അതുപോലെ നമുക്കറിയാം ഇയ്യോബിൻ്റെ പുസ്തകം. ഇയ്യോബിനെ പറ്റി നാം കഴിക്കും വളരെ പ്രയാസ പ്രതിസന്ധിയിലൂടെ കടന്നുപോയൊരു ദൈവദാസനാണ് ഇയ്യോബ്. ഇയ്യോബ് 2:10 അവസാന വാക്ക്, ഇതിൽ ഒന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. അവൻ്റെ വായ് കൊണ്ടല്ല, വാക്കുകൊണ്ട് പാപം ചെയ്തില്ല. തനിക്ക് സകലതും നഷ്ടപ്പെട്ടു. തൻ്റെ ഭാര്യ പറഞ്ഞ് നീ ഈ ദൈവത്തെ അല്ലെങ്കിൽ വിശ്വാസത്തെ വിട്ട് കളയുക. അപ്പോൾ യോബ് പറഞ്ഞു, നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കുന്നത് എന്ത്? നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളും, തിന്മയും കൈക്കൊള്ളരുതോ? അപ്പോൾ ഇതിലൊന്നും യോബ് അധരങ്ങളാൽ വാക്കുകളാൽ പാപം ചെയ്തില്ല. യോബിൻ്റെ വാക്കുകളും വാക്ക് വളരെ കൃപയോടുകൂടി ഉള്ളതിനായിരുന്നു. അല്ലാതെ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ രുചികരമല്ലാത്ത രീതിയിലുള്ള സംസാരം യോബ് സംസാരിച്ചില്ല. ഈ 2 വ്യക്തികളുടെ ജീവിതം നാം പഠിക്കുമ്പോൾ വ്യത്യസ്ത നിലയിൽ അവർക്ക് വാക്കുകൊണ്ട് പാപം ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഉപയോഗമില്ലാത്ത വാക്കുകൾ അല്ലെങ്കിൽ രുചിയില്ലാത്ത വാക്കുകൾ പറയാമായിരുന്നു. പക്ഷേ ഈ 2 വ്യക്തികളും അവരുടെ ആ ജീവിത നിലപാടിൽ നിന്നുകൊണ്ട് അവർക്കറിയാം ഭൂമിയുടെ ഉപ്പാകുന്നു, ഉപ്പിന് കാരമില്ലെങ്കിൽ ഒരു പ്രയോജനം, വെളിയിൽ കളയത്തേ ഉള്ളൂ. പക്ഷെ അവർ കൊലോസ്യർ പറഞ്ഞ പോലെ കൃപയോടുകൂടി രുചി വരുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് ഇയ്യോബ് ഹന്നയെ സംസാരിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ഉപ്പിനാൽ രുചി വരുത്തുന്നതും കൃപയോടുകൂടിയായിരിക്കാനും വാക്കിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം നമ്മളെ ഇടയാക്കുമാറാകട്ടെ.